കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നാലാം ദിവസം രാവിലെ നിത്യനിദാന പൂജകളെല്ലാം നടക്കുന്നു. നിർമ്മാല്യം, എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, ഉഷനിവേദ്യം, ഉഷപ്പൂജ കഴിഞ്ഞാൽ ക്ഷേത്രം മണിക്കിണറിൻ്റെ അടുത്തുള്ള മുളയറയിൽ മുളംപൂജ. അതിനുശേഷം ഉഷശിവേലി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. 3 ആന ഉണ്ടാവും. നെറ്റിപ്പട്ടം, വെൺചാമരം, ആലവട്ടം എല്ലാം അലങ്കരിച്ചുള്ള ഗജവീരന്മാരാണ് പങ്കെടുക്കുന്നത്. പ്രശസ്ത കലാകാരന്മാർ മേളം പ്രദർശിച്ചു. 9:30 മണിവരെ ഈ മേളം ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയും പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ എന്നിവ നടക്കുന്നു. ശേഷം പന്തീരടി പൂജ കഴിഞ്ഞ് ഏകദേശം ഒരു 10:15-10:30 വീണ്ടും ശ്രീഭൂതബലിയായി. ഈ സമയത്ത് സപ്തമാതൃക്കളുടെ അവിടെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. അലങ്കരിച്ചിട്ടുണ്ടാവും സ്വർണ്ണപ്പഴുക്കാമണ്ഡപം. നെറ്റിപ്പട്ടം, വെൺചാമരം, ആലവട്ടം, വെൺകൊറ്റക്കുട എല്ലാം ഉണ്ടാവും. വീരാളിപ്പട്ട് വിരിച്ചിട്ട് ഭഗവാനെ ഇരുത്തുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ആ സമയത്ത് ഒരു ചക്രവർത്തി മനോഭാവത്തിലാണ്, ചക്രവർത്തിയുടെ രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് കാണിക്കയർപ്പിച്ച് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്, ശ്രേയസ്കരമാണ്. 11 മണി 11:15 ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും തൻ്റെ ശ്രീഭൂതബലി മുഴുവനാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരികയും ശ്രീകോവിലിരുന്ന് ഭഗവാന് നവകാഭിഷേകം, ഉച്ചപൂജ നടക്കുന്നു. ഉച്ചപൂജ സമയത്താണ് ഭഗവാന്റെ കളഭാലങ്കാരമെല്ലാം ഉണ്ടാകുന്നത്. കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്ന് ഏകദേശം ഒരു 1:30 മണി 2 മണിയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കുന്നു. 1 മണിയോടുകൂടി കൂത്തമ്പലത്തിൽ വെച്ച് ചാക്യാർ കൂത്ത് നടക്കുന്നു. ഈ ഉത്സവകാലത്തുള്ള ഒരു പ്രത്യേകതയാണ് ചാക്യാർ കൂത്ത്. അത് കണ്ണിന് ആനന്ദം പകരുന്ന ദൃശ്യങ്ങളാണ്. എല്ലാവരും വരിക, കൂത്തമ്പലത്തിൽ കയറിയിരിക്കുക, ചാക്യാർ കൂത്ത് കാണുക. അതിനുശേഷം 3:30 മണിക്ക് വീണ്ടും നട തുറന്ന് ഭഗവാന്റെ ഉച്ചശിവേലിയായി. ഉച്ചശിവേലി 5:30 മണിക്ക് കഴിയും. ഇന്നേ ദിവസം നമുക്ക് ചന്ദ്രഗ്രഹണം നടക്കുന്നതിനാൽ 5:30 മണിക്ക് ശ്രീകോവിൽ നട അടയ്ക്കുന്നതാണ്. എല്ലാ ഭക്തന്മാരും ചുറ്റമ്പലത്തിൽ അവർക്ക് നടക്കാം, അവിടെ ഇരിക്കാം, ഭഗവാന്റെ നാമങ്ങൾ പാരായണം ചെയ്യാം. ഈ ഗ്രഹണ സമയത്ത് നാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയണത് ഗ്രഹണം തുടങ്ങുമ്പോൾ കുളിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക എന്നും, ഗ്രഹണത്തിൻ്റെ പകുതിയാവുമ്പോൾ വീണ്ടും കുളിച്ച് നാമം ജപിക്കുക, ഈശ്വരനെ സേവിക്കുക എന്നും, ഗ്രഹണം കഴിയുമ്പോൾ 3ാമതും ആ സമയത്ത് കുളിച്ച് ഈശ്വരനെ നാമം ചൊല്ലി ഈശ്വരനെ ദർശനം നടത്തുക എന്നാണ് പറയുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓരോരോ ഗ്രഹങ്ങൾക്ക് അതിൻ്റെ ഓരോരോ ചായ്വുണ്ടാവുമെന്നും അതിനുള്ള പരിഹാരം ചെയ്യണമെന്നൊക്കെ പൂർവികർ പറയാറുണ്ട്. അതൊക്കെ ജ്യോതിഷപ്രകാരം നോക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് പറ്റാവുന്നൊരു കാര്യം ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ആ സമയത്ത് വെറും ഈശ്വര ചിന്തകളിൽ നമ്മൾ മുഴുകുക. ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. ആ സമയത്ത് ഈ ഭക്ഷണങ്ങളിലെല്ലാം ദോഷങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് വന്നു ചേരും എന്നൊക്കെയാണ് പറയണത്. ക്ഷേത്രനട വീണ്ടും 7:15 നട തുറക്കും. അതിനുശേഷം ആണ് അന്നത്തെ ദിവസം ദീപാരാധന നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയ്ക്ക് ശേഷം ഭഗവാന്റെ ശ്രീഭൂതബലി. ഏകദേശം ഇന്ന് ഈ ഗ്രഹണം കാരണം ഏകദേശം ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു 10 മണിയോടുകൂടി 9:30-10 മണിയോട് കൂടിയിട്ടാണ് അന്നത്തെ ശ്രീഭൂതബലി തുടങ്ങുക. ശ്രീഭൂതബലി തുടങ്ങി അവസാനത്തെ പ്രദക്ഷിണത്തിൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചതായ്പകയാണ് ഉള്ളത്. സമയമില്ലാത്തത് കൊണ്ട് 5 ആൾക്കാർ കൂടി ഒരുമിച്ചിട്ടാണ് തായ്പക കൊട്ടുന്നത്. അത് ഭയങ്കര പ്രത്യേകതയാണ്. അത് പേരുകേട്ട കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അത് കേൾക്കാൻ എല്ലാ ഭക്തന്മാരും വരണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു ആനന്ദദായകമാകും അത്. അപ്പോൾ അതുകൊണ്ട് വരിക, ആ സമയത്ത് വരിക, തായ്പക കേൾക്കുക. തായ്പകയ്ക്ക് ശേഷം ഭഗവാന്റെ എഴുന്നള്ളിപ്പ് 3 ആനയുടെ പുറത്ത് കയറി ആ എഴുന്നള്ളിപ്പ് മുഴുവനാക്കുകയും ഭഗവാൻ തിരിച്ച് എഴുന്നള്ളുകയും ചെയ്യുന്നു. ഇതേ സമയം രാവിലത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളെല്ലാം നടക്കുന്നുണ്ട്.
അഷ്ടപതി, നാഗസ്വര കച്ചേരി, ഭജൻസ്, നൃത്യങ്ങൾ എന്ന് വേണ്ട നമ്മുടെ പ്രശസ്ത പിന്നണി ഗായികയുടെ ഭക്തിഗാനമേള ഉണ്ട് അന്നത്തെ ദിവസം. ഉത്സവം 4-ാം ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൽ വരിക, പങ്കെടുക്കുക, എല്ലാം ചെയ്യുക. ഇതേ സമയം തന്നെ 9 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വരുന്ന എല്ലാ ഭക്തന്മാർക്കും കഞ്ഞി പുഴുക്ക് കൊടുക്കുന്നുണ്ട്. കഞ്ഞി വിളമ്പുന്നത് തന്നെ ഒരു പ്ലാവിൻ്റെ കവുങ്ങിൻ്റെ കുമ്പിളിലാണ്. പണ്ട് കുമ്പിളായിട്ടാണ് കൊത്തിയിരുന്നത്, ഇപ്പോൾ അത് പ്ലേറ്റാക്കി മാറ്റിയിരിക്കുക. പിന്നെ പച്ച പ്ലാവില ഈർക്കില കുത്തിയിട്ടാണ് കഴിക്കുന്നത്. അതൊക്കെ കഴിക്കാനൊരു സ്വാദ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ അന്നദാന പാചകപ്പുരയിലെല്ലാം തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് വന്ന് കഴിക്കുക. കഞ്ഞി, പുഴുക്ക്, നാളികേരപ്പൂള്, ശർക്കര എല്ലാം ഉണ്ടാവും. അത് കഴിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഗുരുവായൂർ വരിക, ഈ കഞ്ഞിയും പുഴുക്കും കഴിക്കുക ഭഗവാന്റെ. അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് നമ്മുടെ വായിൽ അടുത്ത കൊല്ലം വരെ നിൽക്കുന്ന പറയണം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വരിക, ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഞ്ഞി പുഴുക്ക് കഴിക്കുക. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ അമ്പലം മുഴുവൻ ചുറ്റിക്കാണുക, നയനമനോഹരമായ കാഴ്ചകളുണ്ടാവും. അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനോടൊപ്പം ലയിച്ച് നടക്കുക. അപ്പോൾ അങ്ങനെ ആ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.